ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ആശുപത്രിയിലെ ഐസിയുവിൻ്റെ വെളിയിൽ പ്രീതി അങ്ങ് കുഞ്ഞിനെക്കുറിച്ച് ഓർമ്മകളൊക്കെ ഓർത്തുകൊണ്ടങ്ങ് വിഷമിച്ച് കരഞ്ഞങ്ങ് തളർന്നു നിൽക്കുകയാണ്. അതേസമയം അർജുനാണെങ്കിൽ പുറത്തുനിന്ന് ആരെയോ ഫോൺ ചെയ്യുകയാണ്. ഈ സമയത്ത് ഒരാൾ ഒരു ഫയലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഐസിയുവിനകത്തേക്ക് നോക്കുന്നുണ്ട്, പ്രീതിയെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പ്രീതി എന്നാണല്ലേ പേര് എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഇങ്ങനെ തലയുയർത്തി നോക്കുന്നുണ്ട്. അന്നേരം പ്രീതിയോട് സംസാരിക്കുകയാണ്. കുഞ്ഞ് ബ്രെയിൻ ഡെത്ത് ആയല്ലേ, ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ കഷ്ടമാണ്, വളരെ കണ്ടോളൻസ് ഒക്കെ പറയുകയാണ്. പിന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നതല്ലേ, ജീവനെന്ന് പറയാൻ പറ്റില്ല, ശ്വാസോച്ഛ്വാസം പിടിച്ചു നിർത്തുന്നു, പിന്നെ ശ്വാസമുള്ള ഒരു മരിച്ച ഡെഡ് ബോഡി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രീതിക്ക് അതൊക്കെ ഇങ്ങനെ വിഷമം തോന്നുകയാണ്. പൈസ കുറെ കളയാമെന്നേ ഉള്ളൂ, നിങ്ങൾ വിചാരിച്ചാൽ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി ഇങ്ങനെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു അവയവ കച്ചവടത്തിന്റെ ഏജന്റാണ്. അപ്പോൾ കുഞ്ഞിന്റെ അവയവങ്ങൾ എങ്ങനെയും എടുക്കാൻ പ്രീതിയുടെ സമ്മതം വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ വന്നിരിക്കുന്നത്. പിന്നെ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ, കണ്ണ്, കരൾ, വൃക്ക എന്നൊക്കെ കൈ, കാല് ഓരോന്നൊക്കെ പറയുമ്പോൾ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് അത് എടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടൂ, നിങ്ങളൊന്നും അറിയണ്ട, അതെ ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഫയലിൽ നിന്നും പേപ്പർ എടുത്ത് പേനയും എടുത്ത് പ്രീതിയുടെ നേരെ നീട്ടുകയാണ്. അന്നേരം പ്രീതി ആ കുഞ്ഞിനെ പ്രസവിക്കാനുണ്ടായ വിഷമാവസ്ഥകളും ഒക്കെ ഓർത്തങ്ങ് സങ്കടപ്പെട്ട് പ്രീതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്, തൻ്റെ കുഞ്ഞിനെ കീറി മുറിക്കണം എന്ന് പറഞ്ഞത്. തുടർന്ന് തന്നെ ഞാൻ കൊല്ലുമെടോ എന്നും പറഞ്ഞ് അയാളുടെ ഷർട്ടിന്റെ കോളറിനൊക്കെ പിടിച്ചിട്ട് കഴുത്തിനൊക്കെ കുത്തി പിടിക്കുകയാണ്. തുടർന്ന് അയാൾ താഴെ വീഴുന്നുണ്ട്. താഴെ വീണിട്ടും പ്രീതി അയാളെ വിടുന്നില്ല. തറയിൽ ഇരുന്നുകൊണ്ട് തന്നെ അയാളുടെ കഴുത്തിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ വെട്ടി മുറിക്കണം അല്ലേടോ എന്നൊക്കെ പറഞ്ഞ്. തുടർന്ന് ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുന്ന അർജുനും ഒരു അറ്റൻഡറും ഓടി വരികയാണ്. അന്നേരം എന്താ പ്രീതി എന്നും പറഞ്ഞ് പ്രീതി ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചു മാറ്റുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് അർജുൻ്റെ തോളിലേക്ക് അങ്ങ് വീണ് പ്രീതി പറയുകയാണ്, നമ്മുടെ കുഞ്ഞിനെ ഇവന് വെട്ടി മുറിക്കണമെന്ന്, കണ്ണും കരളും ഒക്കെ ഇവന് കച്ചവടം ചെയ്യണം അർജുനേട്ടാന്ന് പറയുമ്പോൾ അകത്തു നിന്ന് ഐസിയുക്കകത്തു നിന്ന് ഡോക്ടറും കുറേ നഴ്സുമാരും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് അറ്റൻഡർ പറയുന്നുണ്ട്, ഇവൻ അവയവ കച്ചവടത്തിന്റെ ഏജന്റ് ആണെന്ന്. അന്നേരം ഡോക്ടർക്ക് ദേഷ്യം വരികയാണ്, ഇവൻ ആരാ അകത്തേക്ക് കടത്തിവിട്ടത്, പുറത്തു കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അറ്റൻഡർ അയാളെ പിടിച്ച് വലിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. തുടർന്ന് പ്രീതി അങ്ങ് കരയുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് അർജുനങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, പാറുക്കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, ബ്ലഡിലേക്കുള്ള ഓക്സിജന്റെ അളവ് തീരെ കുറവാണ്, ആ ഡ്രഗിന്റെ പേര് കണ്ടുപിടിക്കാനായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിസ്സഹായ ായിട്ട് അർജുൻ നിൽക്കുകയാണ്. കരഞ്ഞു തളർന്ന് പ്രീതിയിരിക്കുകയാണ്. ഇതേസമയം പിന്നെ ജയിലിനകത്ത് പിന്നെ പോലീസ് സൂപ്രണ്ടിന്റെ ക്യാമ്പില്ല, തലയും ഉയർത്തി പിടിച്ച് തന്നെ സുസ്മിത നിൽക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാന്നല്ലേ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ അപ്പീലിന് പോകുമ്പോൾ സഹായിക്കൂ, സത്യഭാമയുടെ കോടികളോ ഒന്നും വേണ്ട, ഞാൻ ഈ ശിക്ഷ വിധിച്ച കാലയളവിൽ ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം, പകരമായിട്ട് എൻ്റെ കഴുത്തിന് കുറുകെ ഈ താലി അങ്ങ് കെട്ടിത്തന്നാൽ മതി, മാല പൊട്ടിച്ചുകൊണ്ട് തന്ന് കാൽക്കൽ വെക്കാനോ വേറൊന്നും പറഞ്ഞില്ലോ, സത്യഭാമയുടെ കോടികളോ ഒന്നും എനിക്ക് വേണ്ട, ഇത് മാത്രം മതി എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അന്തം വിട്ടേക്കാണ്. വിഷ്ണുവും അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്നും ആ താടി ഇങ്ങനെ കാട്ടിയിട്ട് സുസ്മിത പറയുന്നുണ്ട്, ഓഫർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് മാറും, പിന്നെ ചിലപ്പോൾ ഡ്രഗിൻ്റെ പേര് ഞാൻ മറന്നു പോകും, വേണ്ടേ, നിങ്ങളുടെ പാറുക്കുട്ടിയുടെ ജീവൻ നിങ്ങൾക്ക് വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി എന്ത് ചെയ്യണോ അറിയാതെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ആ താലി സുസ്മിതയുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് അന്തം വിട്ടേക്കാണ്, ശാലിനി എന്ത് ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തിൽ. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട്, വിഷ്ണുവേട്ടാ നമുക്ക് ഇപ്പോൾ പാറുക്കുട്ടിയുടെ ജീവനാണ് വലുത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി അങ്ങ് പറയുകയാണ്, അവളില്ലാത്ത ലോകത്ത് ഒരു താലി ചരടും എനിക്കൊരു മനസ്സമാധാനവും തരില്ല, അത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എൻ്റെ പാറുക്കുട്ടി ഇന്നീ ലോകത്തുണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞ് അത് കൊലക്കയറ് പോലെ എൻ്റെ കഴുത്തിന് കുറുകെ നിൽക്കത്തേ ഉള്ളൂ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നോടുള്ള സ്നേഹം സത്യമാണെങ്കിൽ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് താലി വെച്ചു കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അങ്ങ് കരഞ്ഞ് ഒന്നും പറയാനാവാത്ത ഒരവസ്ഥയിൽ വിഷ്ണു നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയെ കല്യാണം കഴിച്ച സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, താലി ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഭിക്ഷക്കാരനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വിഷ്ണു ഓർത്ത് വിഷ്ണു കരഞ്ഞ് തളർന്നു നിൽക്കുകയാണ്. പക്ഷേ ഈ സീനൊക്കെ കണ്ട ഒരു പുച്ഛഭാവത്തിലോ ഇപ്പം തന്നെ എന്നൊക്കെ രീതിയിലും അങ്ങ് കളിയാക്കൽ ഭാവത്തിൽ സുസ്മിതയെ നിൽക്കുകയാണ്. അതേസമയം സത്യഭാമ കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്കൊക്കെ വസുമതി കാറിൽ ഇങ്ങനെ വരുന്ന കാണിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്കാണോ എവിടേക്കാണ് എന്നറിയില്ല.
വിഷ്ണുവേട്ട സമയം പോകുന്നു, നമ്മുടെ പാറക്കുട്ടി ജീവൻ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആ താലി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വിഷ്ണുവിനെ പിടിച്ച് സുസ്മിതയുടെ മുന്നിലേക്ക് നിർത്തുകയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ സുസ്മിതയെ തന്നെ രൂക്ഷമായി നോക്കിയിരിക്കുകയാണ്. കരഞ്ഞ് തളർന്നു നിൽക്കുന്ന ശാലിനിയും നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ താലിമാല ഇങ്ങനെ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ സുസ്മിതയുടെ കഴുത്തിന് നേരെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ കെട്ടാനായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ മതി നിർത്ത് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം എല്ലാവരും സുസ്മിതയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ അങ്ങ് മാറി സൂപ്രണ്ട് ലിഡിയ പോളിൻ്റെ ആ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് കാലും കയറ്റിയിട്ട് പറയുകയാണ്, എനിക്ക് ഇത്രയേ വേണ്ടിയിരുന്നുള്ളൂ, ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാലും കയറ്റി വെച്ച് കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയാണ്. തുടർന്ന് എല്ലാവരും സുസ്മിതയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, എന്താണ് സുസ്മിതയുടെ അടുത്ത നീക്കം എന്നറിയാനായിട്ട്. ഇതുവരെ തോറ്റവളായിരുന്നു സുസ്മിത, പക്ഷേ ഇപ്പോൾ ജയിച്ചു, എനിക്ക് ഇത്രയും മതി, ജയിലിലാണെങ്കിൽ ജയിലിൽ എനിക്കിനി സമാധാനമായിട്ട് ഉറങ്ങാം, ഏത് കാര്യവും കിട്ടുന്നത് വരെയുള്ളൂ എനിക്ക് ഒരു കൗതുകം, കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടവും എനിക്കങ്ങ് പോകും. രോഹിത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അവൻ ചക്കരയെ മുത്തയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടത്തുമ്പോൾ എനിക്ക് വെറുപ്പായി, അതുകൊണ്ടാണ് ഞാൻ അവനെ ഉപേക്ഷിച്ചതും. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ എത്ര പുറകെ നടന്നിട്ടും വിഷ്ണുവേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്കതൊരു ഹരമായി വാശിയായിട്ട് മാറി. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് നീ കയറി വന്നപ്പോൾ എൻ്റെ ഹരം കൂടി. പക്ഷേ നീ നിന്റെ കഴുത്തിലെ വിഷ്ണുവേട്ടൻ താലി കെട്ടിയെങ്കിലും എൻ്റെ കഴുത്തിലെ വിഷ്ണുവേട്ടനെ കൊണ്ട് താലി കെട്ടിക്കണം എന്നുള്ളതിൻ്റെ ഒരു വാശിയായിരുന്നു. അത് നീ തന്നെ എടുത്തു കൊടുക്കണം എന്നുള്ളതും ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ സാധിച്ചു, ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് സുസ്മിത എങ്ങിരുന്ന് കാലുമേക്കാരി വെച്ച് കസേരയിൽ നിന്നങ്ങ് ആടുകയാണ്. വിഷ്ണുവിനങ്ങ് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, നിങ്ങളെ പോകുമ്പോൾ ആ താലിമാല അവൻ്റെ ഓടയിലോ എങ്ങോട്ടെങ്കിലും കളഞ്ഞേരാ, എനിക്കിപ്പോൾ അതൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് എടി പന്ന മോളേന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് ദേഷ്യപ്പെട്ട് പാലിൻ്റെ താലി ഇങ്ങനെ സുസ്മിതയുടെ മുഖത്തേക്ക് തന്നെ എറിയുകയാണ്. തുടർന്ന് സുസ്മിതയെ അടിക്കാനൊക്കെ വരുമ്പോൾ ശാലിനി പിടിച്ചു മാറ്റുകയാണ് വിഷ്ണുവിനെ. തുടർന്ന് വീണ്ടും സുസ്മിതയുടെ കാല് പിടിക്കാനായിട്ട് ശാലിനി ഒരുക്കമാണ്. നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നില്ലേ, ഇനിയെങ്കിലും ആ ഡ്രഗിൻ്റെ പേരൊന്ന് പറയേ എന്നിങ്ങനെ ശാലിനി താണുവാണെങ്കിൽ ചോദിക്കുകയാണ്. അന്നേരം ഈ യുദ്ധത്തിന് ഇടയിലൊക്കെ എനിക്കേറ്റവും മുറിവുകളോടി, അതിനൊക്കെ എന്ത് സമാധാനം പറയും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് ഉത്തരമില്ല. ഈ സമയത്താണ് സത്യഭാമ അകത്തേക്ക് കയറി വരുന്നത്. സത്യഭാമ ഇങ്ങനെ ആ ക്യാബിനകത്തേക്ക് കയറി വന്ന് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ സത്യഭാമയെ തന്നെ നോക്കിയിരിക്കുകയാണ്. സുസ്മിതയുടെ ഇരിപ്പൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സത്യഭാമ അകത്തേക്ക് കയറുന്നു വരുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, ബ്രഹ്മാസ്ത്രം കയ്യിൽ വെച്ചിട്ടാണോ ആഗ്നേയാസ്ത്രമൊക്കെ ആദ്യമേ പ്രയോഗിക്കാൻ തുടങ്ങിയത്? ഇവരെ ആദ്യമേ അങ്ങോട്ട് കളത്തിൽ ഇറക്കിയാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് ആദ്യമേ ജയിക്കാമായിരുന്നല്ലോ എന്നൊക്കെ സത്യഭാമയെ ചൂണ്ടിയങ്ങ് അഹങ്കാരത്തോടു കൂടി സുസ്മിതയിരങ്ങ് സംസാരിക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങോട്ട് മാറ്റിയിട്ട് സുസ്മിതയുടെ അടുത്തേക്ക് സത്യഭാമ വരികയാണ്. അന്നേരം സുസ്മിതയാണെങ്കിലും കാല് വെച്ചിരുന്ന കാലൊക്കെ സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ശാലിനിയോടാണ് സുസ്മിത സംസാരിക്കുന്നത്. ശാലിനി, നീയല്ലേ പറഞ്ഞത് ഡ്രഗിൻ്റെ പേര് പറയാനായിട്ട് എൻ്റെ കാല് വേണമെങ്കിലും പിടിക്കാമെന്ന്. പക്ഷേ ആ പണി നീ ചെയ്യണ്ട, പകരം ഇവർ ചെയ്യട്ടെ, കാല് ഇവർ പിടിക്കട്ടെ, മകളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ ഇവർ പിടിക്കട്ടെ, വേണ്ടെങ്കിൽ ആ തല കുനിയാതെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ കസേരയിൽ ഇരുന്ന് ആടുകയാണ്. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും ഒക്കെ. പിന്നെ നിങ്ങളുടെ മകള് കിടന്ന അതേ അവസ്ഥയിൽ ആ കുഞ്ഞും കിടക്കും. പിന്നെ മകള് കുറെ കാലം അങ്ങനെയൊക്കെ കിടന്നു, പക്ഷെ കുഞ്ഞ് അങ്ങനെ കിടക്കേണ്ടി വരില്ല, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് കസേരയിലിരുന്ന് അങ്ങ് ആടുകയും അങ്ങനെ കസേരയിൽ ഇങ്ങനെ തലയൊക്കെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയും ഒക്കെ സുസ്മിത ചെയ്യുകയാണ്. അന്നേരം സത്യഭാമ കുഞ്ഞിൻ്റെ പിന്നെ കളിയും ചിരിയും ഒക്കെയാണ് അന്നേരം മനസ്സിൽ ഓർക്കുന്നത്. തുടർന്ന് സത്യഭാമ ഒന്നും ആലോചിക്കാതെ ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് സുസ്മിതയുടെ കാല് പിടിക്കാനായിട്ട് തയ്യാറാവുകയാണ്. തോന്നുന്നു ഇങ്ങനെ കുഞ്ഞിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമ്മയെന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ചു മാറ്റാൻ ചെല്ലുകയാണ്. അന്നേരം സത്യഭാമ വിഷ്ണുവിനെ അങ്ങ് മാറ്റുന്നുണ്ട്. വിഷ്ണുവിനെ ശാലിനി അങ്ങ് പിടിക്കുകയാണ്, വേണ്ട വിഷ്ണുവേട്ടാന്നും പറഞ്ഞു. അന്നേരം ഇവള് കളിപ്പിക്കുകയാണ്, അമ്മയെ വേണ്ടാന്നൊക്കെ വിഷ്ണു അങ്ങ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി പിടിച്ചു നിൽക്കുമ്പോൾ വിഷ്ണു ഒരുവിധം നിൽക്കുകയാണ്. അത് കാണാനാവാതെ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. സത്യഭാമയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സുസ്മിതയുടെ കാലിങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോൾ വേണ്ടാന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം സത്യഭാമ അങ്ങ് നിവരുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ ആ ഒരു തുള്ളി കണ്ണീര് മതി എൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി കരയണമെന്നുണ്ടായിരുന്നു. കണ്ണീര് കൊണ്ട് കാല് കഴുകാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിന് സന്തോഷമായി, നിങ്ങൾ എൻ്റെ കാലൊന്നും പിടിക്കണ്ടെന്ന് സുസ്മിത അവിടെ പറയുകയാണ്. തുടർന്ന് ആ സൂപ്രണ്ടിൻ്റെ കസേരയിൽ നിന്നും സുസ്മിതയും എഴുന്നേൽക്കുകയാണ്. സത്യാമ്മേ, നിങ്ങളല്ല ശരി, ഞാനാണ് ശരിയെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായിരുന്നിങ്ങനെ സത്യഭാമയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. ഇനി ഞാൻ ആ ഡ്രഗിൻ്റെ പേര് പറയാമെന്നിങ്ങനെ പറയുമ്പോൾ പറയുകയാണ്. അന്നേരം ശാലിനി എല്ലാവരും കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അതിനു മുമ്പ് ഇവിടുത്തെ ചില പുതിയ കണക്കുകളുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ശാലിനി മുന്നോട്ട് വരികയാണ്. സുസ്മിത, ഇനി നീ ഓരോ ഒഴിവഴികൾ പറയല്ലേ, സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ കാര്യം ഓടി, ഞാൻ ആ ഡ്രഗിൻ്റെ പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ കേട്ടുകൊണ്ട് എന്നെ
ഇനി ഇവിടെ തന്നെ നട തള്ളിയിട്ട് നിങ്ങളങ്ങ് പോവും, എനിക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണിത് എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്താടി വേണ്ടതെന്നിങ്ങനെ ലിഡിയ പോൾ ചോദിക്കുകയാണ്. നേരം എൻ്റെ ആ റൂംമേറ്റ് ഇല്ലേ സരോജം, എനിക്ക് അവരെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുകയാണ്. നേരം ലിഡിയ പോൾ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് നേരെ സെല്ലിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ കണ്ടാൽ പോരെ, അപ്പോൾ കണ്ടാൽ മതി എന്ന്. അന്നേരം എങ്കിൽ ശരി അപ്പോൾ കണ്ടോളാമെന്നും പറഞ്ഞ് സുസ്മിതയെ നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ ലിഡിയെ എന്നിങ്ങനെ വിളിക്കുകയാണ്. നേരം ഇങ്ങനെ നോക്കുമ്പോൾ വേണ്ടാന്നിങ്ങനെ സത്യഭാമ ഇങ്ങനെ തല കൊണ്ടിങ്ങനെ കാണിക്കുകയാണ്. തുടർന്ന് സരോജത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ലിഡിയ പോൾ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത ലിഡിയ പോളിനോടാണ് സംസാരിക്കുന്നത്. പേര് വിളിച്ച് തന്നെയാണ് പറയുന്നത്. ലിഡിയ പോളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ മുന്നേ കേട്ടു, ചിറ്റപ്പൻ പറഞ്ഞിട്ടാണ് കേട്ടത്. ചിറ്റപ്പൻ പട്ടാഴി വഴി വരുമ്പോൾ വറുത്തരച്ച കോഴിക്കറിയും കപ്പയും ഒക്കെ കൊടുത്ത് നിങ്ങൾ സൽക്കരിക്കാറുണ്ടെന്ന്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു സ്വീകരണമല്ല എനിക്കിവിടെ കിട്ടിയത്. പിന്നെ പോലീസുകാരിയല്ലേ, ഈ യൂണിഫോം അങ്ങോട്ട് ശരീരത്ത് കയറി കഴിഞ്ഞാൽ സ്വന്തം അപ്പം മുന്നിൽ വന്ന് നിന്നാലും ആരാണെന്ന് നിങ്ങൾ ചോദിച്ചു കളയും. സ്വന്തം അനിയനെ പെണ്ണ് കേസിൽ നിന്ന് രക്ഷിച്ച ആ ഒരു നന്ദിയെങ്കിലും എന്നോട് കാണിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ലിഡിയ പോൾ ഇങ്ങനെ അപമാനിതയായിട്ട് നിൽക്കുകയാണ്. അന്നേരം അത് മുകളിൽ നിന്നുള്ള ഓർഡർ എന്നിങ്ങനെ പറഞ്ഞ് സത്യഭാമയെ നോക്കിയാണ് ലിഡിയ പോൾ. ഓഹോ, അപ്പോൾ മുകളിൽ നിന്നുള്ള ഓർഡർ എന്ന് പറഞ്ഞ് സത്യഭാമയെ സുസ്മിതയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അതെല്ലാം മാറ്റിയിട്ട് സുസ്മിതയ്ക്ക് അവിടെ സുഖസൗകര്യങ്ങളൊക്കെ ഒരുക്കണം എന്നുള്ള രീതി തന്നെയാണ് അവിടെ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ സരോജത്തെ കൊണ്ടുവന്നിട്ട് സരോജത്തിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിക്കാനോ ഇടിക്കാനോ ഒക്കെ ആയിരിക്കും സുസ്മിതയുടെ പ്ലാൻ. എന്തായാലും സത്യഭാമയെ കൊണ്ട് കാലും പിടിപ്പിച്ചില്ല, വിഷ്ണുവിനെ കൊണ്ട് താലിയും കെട്ടിച്ചില്ല. ഇനി ഡ്രഗിന്റെ പേര് പറയുമായിരിക്കും, കുഞ്ഞ് രക്ഷപ്പെടുമായിരിക്കും. ചിലപ്പോൾ അതിനു മുമ്പേ ശാരദാമ്മ പോയിരിക്കുന്നത് ചിലപ്പോൾ രാജിയമ്മയുടെ അടുത്തേക്ക് ആവാനാണ് സാധ്യത. ഇനി അവിടെ നിന്ന് എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കാതിരിക്കാനാണ് സാധ്യത. നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.